ഹലോ ഗായ്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതുത്ത വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലും നല്ല നല്ല കുറേ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ചിലവുമില്ലാത്ത സിമ്പിൾ ടിപ്പുകളാണ്. വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള ടിപ്പുകൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിൽ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ കൊണ്ട് നമ്മൾ ചിന്തിക്കാത്ത കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യലായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്സ് ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജോലി കുറയ്ക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ. ഒട്ടുമിക്ക പേരും ജോലിക്ക് പോകുന്നവരാണ്. ആ ജോലിക്ക് പോകുന്ന സമയത്ത് നമുക്ക് കുക്കിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ സൈഡ് കാര്യങ്ങൾക്കും നല്ല രീതിയിൽ സമയം ചെലവാകുന്നതാണ്. ഇത് നമ്മൾ തേങ്ങ ചിരവി വെച്ചതാണ്. ഒരു തേങ്ങ നമ്മൾ ചിരവി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം ഫുള്ള് നമുക്ക് തേങ്ങ ആവശ്യം ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും ആ ചിരവിയ ആ ഒരു ഫ്രഷ്നെസ് ഫ്രിഡ്ജിൽ വെച്ചാലും നമുക്ക് ഉണ്ടാവില്ല. കാരണം ഇത് ഡ്രൈ ആവും. ഒരു തേങ്ങയൊക്കെ നമ്മൾ ചിരവി കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ ബാലൻസ് വെച്ച് 3-4 തവണയൊക്കെ നമ്മളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇതുപോലെ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ടിപ്പാണ്. ഇനി തേങ്ങ ചിരവി വെക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്ക് തേങ്ങ ചിരവിയ ദിവസത്തെ അതേ ഫ്രഷ്നെസ്സോടെ ദിവസങ്ങൾക്ക് ശേഷം ഉപയോഗിക്കാൻ പറ്റുന്ന ടിപ്പാണ് കേട്ടോ. ഇതുപോലെ ഉള്ള സാഹചര്യങ്ങൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. കുറച്ചൊരു 1/4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതുപോലെ തേങ്ങയിലോട്ടൊന്ന് ആക്കി വെക്കാം. ഒന്ന് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിലൊന്ന് ഇതുപോലെ ഇറക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിലും എത്ര ദിവസം കഴിഞ്ഞ് നിങ്ങൾ ഉപയോഗിച്ചാലും നമുക്ക് തേങ്ങ നല്ല രീതിയിൽ ഫ്രഷ്നെസ് ഉണ്ടാവും. കൂടാതെ തേങ്ങയിൽ ഉണ്ടാകുന്ന ഒരു ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. തേങ്ങയുടെ കളർ ചേഞ്ച് ആവില്ല. തേങ്ങ ചിരവി 2-3 തേങ്ങ നമുക്ക് ഈസി ആയിട്ട് ചിരവിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകാം. ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ ആഴ്ചകളോളം ഒരു കംപ്ലൈന്റും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഇനി അടുത്ത ഒരു അടിപൊളി ടിപ്പാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഒരു ഭക്ഷണമായിരിക്കും അത്. വെജിറ്റേറിയൻ പോലും മുട്ട കഴിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ഏത് തരം ഡിഷസ് ഉണ്ടാക്കിയാലും നമ്മളെല്ലാവരും ഇഷ്ടത്തോടെ കഴിക്കും. ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഏറ്റവും പെട്ടെന്ന് ചീഞ്ഞു പോകുന്ന ഒരു സാധനമാണ് മുട്ട. പെട്ടെന്ന് ഫുഡ് പോയ്സൺ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതുപോലെ നിങ്ങൾ മുട്ട കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ പെട്ടെന്ന് ഉപയോഗിക്കുകയാണെങ്കിലും അത് സൂക്ഷിക്കുകയാണെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പേടിയില്ലാതെ നമുക്ക് മുട്ട ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ കുറച്ച് അരി എടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ കൂർത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം അരിയിലോട്ട് താഴ്ത്തി വെക്കാം. അപ്പൊ ഇതൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 10 മുട്ടയൊക്കെ ഈസി ആയിട്ട് വെക്കാൻ പറ്റും. അപ്പൊ ഇതുപോലെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞാലും മുട്ട ചീയാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയ ടിപ്പാണ്. നമ്മൾ ഇതുപോലെ പാക്കറ്റുകളിൽ ബൂസ്റ്റ്, ഹോർലിക്സ്, അതുപോലെ ഹെൽത്ത് പൗഡർ വാങ്ങിക്കാറുണ്ട്, അല്ലെങ്കിൽ മസാലപ്പൊടികൾ വാങ്ങിക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഇതിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഐറ്റങ്ങളാണെങ്കിൽ പെട്ടെന്ന് കട്ടി പിടിക്കും. മസാലപ്പൊടികളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സമയമെടുക്കും. ഇതുപോലെ പാക്കറ്റിൽ പൊട്ടിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉപയോഗിച്ചതിന് ശേഷം ബാലൻസ് സൂക്ഷിക്കുകയാണെങ്കിൽ കട്ടി പിടിക്കാതിരിക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ. അറിയാത്തവർ തീർച്ചയായിട്ടും ഇത് കാര്യം ചെയ്യുക. അപ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ബൂസ്റ്റും ഹോർലിക്സ് ഒക്കെ ഇതുപോലെ പാക്കറ്റ്, സാഷ പാക്കറ്റുകളാണ് വാങ്ങുന്നത്. കാരണം നമ്മൾ ഫുൾ ബോട്ടിൽ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ 3-4 തവണ ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ അതിൽ സ്പൂണിൽ എന്തെങ്കിലും അംശം ആ പൊടിയിലോട്ടായി കഴിഞ്ഞാൽ നല്ല രീതിയിൽ കട്ടി പിടിക്കും. ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാവും. ബൂസ്റ്റ് ഒക്കെ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കട്ടി പിടിക്കും. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ബാലൻസ് ഇതുപോലെ നല്ല രീതിയിലൊന്ന് 2 മടക്കായിട്ടൊന്ന് ഇതുപോലെ മടക്കി വെക്കുക. അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് എടുത്ത് ഇതുപോലെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റായിട്ട് വെക്കുക. പഞ്ചസാര ഇട്ട് വെക്കുന്ന പാത്രത്തിൽ മസാലപ്പൊടികളും അല്ലെങ്കിൽ ഇതുപോലത്തെ ഹെൽത്ത് പൗഡറൊക്കെ പൊട്ടിച്ചതിന് ശേഷം ബാലൻസ് ഇട്ടിട്ട് വെക്കുക. എത്ര ദിവസം വേണമെങ്കിൽ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങൾ എടുത്ത് തുറന്ന് നോക്കിയാൽ ഒരു തരി പോലും കട്ടിയായിട്ടുണ്ടാവില്ല. നമ്മൾ എങ്ങനെ കവർന്ന് പൊട്ടിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ തന്നെ നമുക്ക് ഇരിക്കും. നമ്മുടെ ഇന്നത്തെ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് ഇനി ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് ഇതിൻ്റെ അടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം. അതായത് നമ്മൾ വെറുതെ കളയുന്ന ഒരു സാധനമാണ് ഇപ്പോൾ കഞ്ഞിവെള്ളം. പണ്ടുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്ന സാധനം കഞ്ഞിവെള്ളമാണ്. അപ്പോൾ ഷുഗർ ഇല്ലാത്തവർക്ക് ധൈര്യമായിട്ട് കഞ്ഞിവെള്ളം കുടിക്കാം. അപ്പോൾ ഒന്ന് കഞ്ഞിവെള്ളം വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ടിപ്പാണ്. നമ്മൾ വെറുതെ കളയണ്ട ഇനി മുതൽ കഞ്ഞിവെള്ളം. നമുക്ക് വളരെ യൂസ്ഫുൾ ആയ കുറേ കാര്യങ്ങൾ കഞ്ഞിവെള്ളം വെച്ച് ചെയ്യാൻ പറ്റും. വേസ്റ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ കഞ്ഞിവെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിന്റെ പ്രത്യേകത
നമ്മുടെ സ്കിന്ന് നല്ല രീതിയിൽ വെളുപ്പിക്കുന്നതിന് വളരെ നല്ല ഒരു ഐറ്റമാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാൻ പറ്റുന്നതാണ്. നമ്മൾ നല്ല വെയിലൊക്കെ കൊണ്ടതിന് ശേഷം കഞ്ഞിവെള്ളത്തിൽ മുഖം കഴുകി കഴിഞ്ഞാൽ നല്ല ഒരു വ്യത്യാസം ഉണ്ടാവും. അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ. ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം, നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള. അതിനുശേഷം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കഞ്ഞിവെള്ളത്തിന് നമ്മുടെ ശരീരത്തിൽ എത്രയധികം ഗുണങ്ങളുണ്ടോ അതുപോലെ തന്നെയാണ് പല കാര്യങ്ങൾക്കും കഞ്ഞിവെള്ളം ഉപയോഗിക്കാൻ പറ്റുന്നത്. പൊതുവെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അത്ര പെട്ടെന്ന് ചെയ്ത് നോക്കാറില്ല. നമുക്കെല്ലാം പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഇൻസ്റ്റന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും താല്പര്യം. ഈ കഞ്ഞിവെള്ളം ടൂത്ത് പേസ്റ്റും മിക്സ് ചെയ്ത ഈ സൊല്യൂഷൻ എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് നോക്കാട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇതുപോലുള്ള സ്റ്റീലിന്റെ ടാപ്പുകൾ കളർ മങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പലതരം കറകൾ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഈ കഞ്ഞിവെള്ളത്തിന്റെ ഒരു സൊല്യൂഷൻ മാത്രം മതി. നമ്മൾ സാധാ ഒരു തുണിയിൽ ഇതുപോലെ അത് മുക്കിയതിന് ശേഷം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാവും. തുടയ്ക്കുന്ന സമയത്ത് ബാത്റൂമിലാണെങ്കിലും അല്ലെങ്കിൽ കിച്ചണിലാണെങ്കിലും ഇതുപോലെയുള്ള പൈപ്പുകൾ നമുക്ക് ക്ലീൻ ചെയ്യുന്നതിന് വളരെ നല്ലൊരു സൊല്യൂഷനാണ് ഇത്. അപ്പോൾ യാതൊരു ചിലവുമില്ല. നമുക്ക് വേസ്റ്റ് വരുന്ന പേസ്റ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ കഞ്ഞിവെള്ളം പൊതുവേ നമ്മൾ എപ്പോഴും കളയാറാണ് പതിവ്. അപ്പോൾ ഇനി മുതൽ കളയണ്ട. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എത്ര കഠിനമായ കറകളും ഈസി ആയിട്ട് നമുക്ക് കഞ്ഞിവെള്ളം വെച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. വാഷ് ബേസിനും ഇതുപോലെ ക്ലീൻ ചെയ്യുന്നതിന് ഈ ഒരു സൊല്യൂഷൻ വളരെ നല്ലതാണ്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അതുപോലെ വെക്കുക. അതിനുശേഷം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കഴുകി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള ഷൈനിങ് കിട്ടും. അപ്പോൾ പ്രത്യേകിച്ച് ഉരച്ച് കഴുകേണ്ട യാതൊരു കാര്യവുമില്ല. അപ്പോൾ കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ അഴുക്ക് പോകുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ നമുക്ക് കണ്ണാടികളെല്ലാം നല്ല രീതിയിൽ തുടച്ച് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള പല സാധനങ്ങളും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ക്ലോസറ്റിൽ ഉണ്ടാകുന്ന ആ മഞ്ഞ കറ പോകുന്നതിന് ഇത് വളരെയധികം സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണ് കേട്ടോ. കാരണം നമ്മൾ പല തരത്തിലുള്ള വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ട് എത്രയൊക്കെ നമ്മൾ നീറ്റായി ക്ലീൻ ചെയ്താലും ആ ക്ലോസറ്റിൽ ഒരു മഞ്ഞ കറ ഉണ്ടാവും. അപ്പോൾ യാതൊരു തരത്തിലും ഉരയ്ക്കാതെ തന്നെ ഇതുപോലെ ആ സൊല്യൂഷൻ ഒഴിച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഫ്ലേവർ ഉണ്ടാവും. ആ കറ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാവും കേട്ടോ. അപ്പൊ ഇനി മുതൽ ഈ ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോയ്ലറ്റ്, അതുപോലെ വാഷ് ബേസിൻ, പിന്നെ കൂടാതെ നമുക്ക് ഇതുപോലെ ടൈലുകളിൽ ഉപയോഗിക്കാം. നമ്മുടെ ഒരു വീട്ടില് എന്തെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുമോ എല്ലാം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ആകെ വേണ്ടത് കുറച്ച് കഞ്ഞിവെള്ളം മാത്രമാണ്. അത് കിച്ചൺ മുതൽ നമ്മുടെ ടോയ്ലറ്റ് വരെ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമുക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. തന്നെയാണ് നമ്മൾക്ക് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് തരം മോഡൽ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പാല്, ചായ തുടങ്ങിയ പല സാധനങ്ങളും ഇതിൽ തിളച്ച് പൊങ്ങിയിട്ട് കറയാവുന്ന ഒരു മെയിൻ സ്ഥലമാണ്. അപ്പോൾ ചായയുടെ കറയാണെങ്കിൽ പോലും നമ്മൾക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ജസ്റ്റ് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ആ കറ ലൈവായിട്ട് തന്നെ പോകുന്നതാണ്. ഇവിടെ കാണുന്ന ഈ കറകളെല്ലാം നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ പറ്റും. ഇതുണ്ടല്ലേ, അതപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി മുതൽ നിങ്ങൾ ഗ്യാസ് സ്റ്റവ് ക്ലീൻ ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ചിലവാക്കി യാതൊരു സാധനവും വാങ്ങേണ്ട. വലിയ പഴക്കവും നമുക്ക് കണ്ടാൽ ഫീൽ ചെയ്യുന്നില്ല. ഗ്യാസ് സ്റ്റവ് കഞ്ഞിവെള്ളം വെച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ട്. യാതൊരു കറയും എണ്ണപ്പാടും ഇല്ലാതെ പുതുപുത്തൻ ഗ്യാസ് സ്റ്റവ് പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളും ഈ ഒരു കാര്യം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് കഞ്ഞിവെള്ളം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടിപ്സ് ആണ്. നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്കും ഈ വീഡിയോയിൽ കാണിക്കുന്ന ടിപ്സുകൾ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വീഡിയോ ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അടുത്ത വെറൈറ്റി ടിപ്സുകളുമായി കാണുന്നവരേക്കും വീണ്ടും ഗുഡ് ബൈ.